പലിശ ഒരു വലിയ അപകടം തന്നെയാണ്. ഇന്ന് ആർക്കും പലിശയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. അത് പലിശ വാങ്ങുന്ന വിഷയത്തിലായാലും പലിശ കൊടുക്കുന്ന വിഷയത്തിലായാലും ഏത് വിഷയത്തിലായാലും ഒരു ശ്രദ്ധയില്ലാതായി. പലിശയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. എന്താവശ്യം വന്നാലും പലിശയുടെ പിന്നാലെ. വീട് വെക്കണോ പലിശയുടെ പിന്നാലെ പോവുക, വണ്ടി വാങ്ങണോ പലിശയുടെ പിന്നാലെ പോവുക, വിദ്യാഭ്യാസം വേണോ പലിശയുടെ പിന്നാലെ പോവുക. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതേ ഒരു കാലഘട്ടം വരുന്നതാണ്, അതേ ഈ ലോകത്തൊരു കാലഘട്ടം വരുന്നതാ. പറയുകയാണ്, ഒരു കാലഘട്ടം വരുന്നു, അന്ന് എല്ലാ മനുഷ്യരും പലിശ തിന്നുന്നതാ. അന്ന് എല്ലാവരും പലിശ തിന്നുന്ന കാലഘട്ടമാ. പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നതും പലിശയുടെ മുതലല്ലയോ? മരിക്കാൻ കിടക്കുന്ന പാപത്തിന്റെ വായിൽ എത്തിച്ചു കൊടുക്കുന്നതും പലിശയുടെ മുതലല്ലയോ? രോഗിയായി കിടക്കുന്നവന്റെ ചികിത്സയും പലിശയുടെ മുതലല്ലയോ? വിദ്യാഭ്യാസത്തിന് പോകുന്നവനും പലിശയുടെ മുതലല്ലയോ? വിവാഹം നടക്കുന്നതും പലിശയുടെ മുതലല്ലയോ? അങ്ങനെ പലിശയുടെ പിന്നാലെ ജനം ഓടുകയാ. പറയുകയാണ്, കാലഘട്ടം അന്ന് മനുഷ്യരെല്ലാവരും പലിശ തിന്നുന്ന കാലമാ. എല്ലാവരും പലിശയ്ക്ക് കൊടുക്കുന്ന കാലമാ. എല്ലാവരും പലിശയെ പിഴയാകുന്ന കാലമാ. എല്ലാവരും പലിശയുടെ പിന്നാലെ തോട്ടമോടുന്ന കാലമാ. അല്ലാഹുവിന്റെ റസൂൽ ഇത് പറഞ്ഞപ്പോ സഹാബാക്കൾ അത്ഭുതത്തോടുകൂടെ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതരെ, അന്നാസു കുല്ലുഹും, എല്ലാവരും അന്ന് പലിശ തിന്നമോ നബിയേ? എല്ലാവരും അന്ന് പലിശ തിന്നമോ നബിയേ? അന്ന് പലിശ തിന്നാത്ത ഒരാളും ഉണ്ടാവൂലേ നബിയേ? ഒരാളും അന്ന് പലിശയിൽ നിന്ന് ഒഴിവാകില്ലയോ നബിയേ? നബിയേ, അന്ന് തഖ്വയുള്ളവരാരും ഉണ്ടാകില്ലയോ നബിയേ? അന്ന് ഈമാനുള്ളവരാരും ഉണ്ടാകില്ലയോ നബിയേ? അല്ലാഹുവിനെ ഭയപ്പെടുന്നവരും ഇല്ലയോ നബിയേ? അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരും ഇല്ലയോ നബിയേ? അന്ന് എല്ലാവരും പലിശ തിന്നോ? എല്ലാവരും പലിശ തിന്നോ? റസൂലുള്ളാഹി പറഞ്ഞു, ഇല്ല സഹാബ, മല്ലം യഖുലുഹു പലിശ അറിയോ? ആ കാലഘട്ടത്തിന്റെ അപകടം എന്തെന്നറിയോ? അന്ന് പലിശ തിന്നാത്ത ആളുകളുണ്ട്. അതെ, അന്ന് തഖ്വയുള്ള നൂറുകണക്കിന് ആളുകളുണ്ടാകും. അന്നത്തെ പണ്ഡിതന്മാരുണ്ടാകും, വലിയ വലിയ മഹത്തുക്കളുണ്ടാകും, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരുണ്ടാകും. കോടികളുടെ ബിസിനസ് ചെയ്താലും ഒരു നയാ പൈസ ബന്ധപ്പെടുത്താത്തവരുണ്ടാകും. എന്നാലും എന്റെ സ്വഹാബ, ആ കാലഘട്ടത്തിന്റെ അപകടം എന്തെന്നറിയുമോ? മല്ലം യഖുലുഹു, അവര് പലിശ തിന്നില്ല എങ്കിലും ഉറപ്പായും യാറുഹു, ആ പലിശയുടെ പുകയെങ്കിലും അവന്റെ ശരീരത്തിൽ തട്ടുന്നതാ. പലിശയുടെ പുകയെങ്കിലും ശരീരത്തിൽ തട്ടാത്ത ഒരു മനുഷ്യനുമില്ലാത്ത ഒരു കാലം സംജാതമാകുമെന്ന് നാരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കാലത്ത് എല്ലാവരും പലിശ എന്ന് പറഞ്ഞു. സഹാബ ചോദിച്ചു, എല്ലാവരും പലിശ എല്ലാവരും പലിശ എന്നുവോ? റസൂലുള്ളാഹി പറഞ്ഞില്ല, എല്ലാവരും ഒന്നുമില്ല. പക്ഷേ പലിശയുടെ പുകയെങ്കിലും തട്ടാത്ത ഒരാളും ഉണ്ടാവില്ല. പലിശ തിന്നില്ലെങ്കിൽ പലിശയുടെ പുകയെങ്കിലും തട്ടും, പുകയെങ്കിലും തട്ടും. അല്ലേ? നാട്ടിൽ റസൂൽ പറഞ്ഞ വെറുതെയാണോ? പലിശയുമായി ബന്ധപ്പെടാത്തവർ വലിയ ഉസ്താദുമാരുണ്ടാകും, സാദാത്യങ്ങളുണ്ടാകും, തങ്ങന്മാരുണ്ടാകും, മഹത്വങ്ങളുണ്ടാകും. പക്ഷേ റസൂലുള്ളാഹി പറയാ, അവര് നേരിട്ട് പലിശ തന്നില്ലെങ്കിലും പലിശയുടെ പുകയെങ്കിലും തട്ടും. വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ അറിയപ്പെട്ട ഹാജിയാർ വന്നിട്ട് തങ്ങളെ വിളിക്കുക, തങ്ങളെ എന്റെ വീട്ടിലൊന്ന് വരണം, ഒന്ന് ദുആ ചെയ്യണം. സന്തോഷത്തോടെ ക്ഷണം സ്വീകരിച്ചു പോകും. അല്ലേ? കൊണ്ടുപോകുന്ന കാറ് CC എടുത്ത കാറായിരിക്കും, പലിശയുടെ കാറ്. പലിശയുടെ പുകയടിച്ചാ പോകുന്നത് പാവം അറിയുന്നില്ല. പോയിരിക്കുന്ന വീട്, യാസീനോദി ദുആ ചെയ്യുന്ന വീട്, ലോണിട്ടെടുത്ത വീടാതെ പലിശയുടെ പുകയടിച്ചിരിക്കുക. ഏത് കാര്യം നോക്കിയാലും കടയുദ്ഘാടനത്തിന് കൊണ്ടുപോയി കട ലോണെടുത്ത് പലിശയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കടയാ, പലിശയുടെ പുക തട്ടും. റസൂലുള്ളാഹി പറയുന്നു, പലിശ തിന്നില്ല എങ്കിലും പലിശയുടെ പുകയെങ്കിലും തട്ടാത്ത ഒരു കാലഘട്ടം ഉണ്ടാവില്ല. പലിശയുടെ പുകയെങ്കിലും തട്ടും. അത്രത്തോളം പലിശ വ്യാപകമാകുന്ന കാലഘട്ടം. ജനങ്ങൾക്ക് ഒരു പ്രശ്നവുമല്ല പലിശ.
ജനങ്ങൾക്ക് പലിശ ഒരു പ്രശ്നവുമല്ല. ആ കാലഘട്ടം എത്തിയില്ലേ? ആ കാലഘട്ടം എത്തിയില്ലേ? പലിശ ഒരു പ്രശ്നവുമല്ലാത്ത കാലഘട്ടമെന്ന് റസൂലുള്ള പറഞ്ഞ കാലഘട്ടം എത്തിയില്ലേ? ഒരു കാലം ഉണ്ടായിരുന്നു, ഒരു വിവാഹാലോചന നടത്തുമ്പോൾ പെൺകുട്ടികളുടെ ഉപ്പമാരും ഉമ്മമാരും വിവാഹാലോചന നടത്തുമ്പോൾ തങ്ങളുടെ മകളെ വിവാഹം കഴിക്കുന്ന പയ്യൻ നമ്മുടെ മരുമകനായി കടന്നു വരുന്നവൻ അവൻ പലിശയുമായി ബന്ധമുള്ളവരാണോ എന്ന് അന്വേഷിക്കുമായിരുന്നു. ഇന്ന് അവനാണുണ്ടോ? അവൻ പലിശ എടുത്തിട്ട് കച്ചവടം നടത്തുന്നവനാണോ? ഒരു മാതാപിതാക്കൾക്കും അറിയണ്ട. അവൻ പലിശയ്ക്ക് പണം എടുത്തിട്ട് ഗൾഫിൽ പോയവനാണോ? അറിയണ്ട. പലിശയ്ക്ക് പണം എടുത്തിട്ട് വണ്ടി വാങ്ങിയവനാണോ? അറിയണ്ട. പലിശയ്ക്ക് പണം എടുത്തിട്ട് വീട് വെച്ചവനാണോ? അറിയണ്ട. പക്ക ബാങ്കിൽ ജോലി ചെയ്യുന്നവനാണെന്ന് പറഞ്ഞാലും, പലിശയുമായി പരിപൂർണ്ണ ബന്ധം പുലർത്തുന്നവനാണെന്ന് പറഞ്ഞാലും, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്നവനാണെന്ന് പറഞ്ഞാലും ആർക്കും പ്രശ്നമല്ല. ആർക്കും ഒരു പ്രശ്നമല്ല. കുറെ നാളുകൾക്ക് മുമ്പ് എറണാകുളത്ത് ഒരു വാതിന് വേണ്ടി പോയപ്പോ പള്ളി പ്രസിഡന്റ് വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെടുക. 15 വർഷം പള്ളിയിലെ പ്രസിഡന്റ് ആയിരുന്നു. 15 വർഷം ജോലി മാറ്റം കിട്ടിയപ്പോ ഞാനിവിടെ മാറി. ജോലി അധ്യാപകനോ മറ്റോ ആയിരിക്കുന്നതായിരുന്നു എന്റെ ധാരണ. ജോലി മാറ്റം കിട്ടിയപ്പോ ഞാൻ മാറി. ഞാൻ ജോലിയ 15 വർഷം ഞാൻ ഇന്നത്തെ ബാങ്കിലെ പ്രസിഡന്റ് ആയിരുന്നു. ചിന്തിച്ചു നോക്കണേ, ഒരു ബാങ്കിലെ ജീവനക്കാരൻ, ബാങ്കിലെ തലവൻ, അള്ളാഹുവിന്റെ പള്ളിയിലെ പ്രസിഡന്റ് ആയിരിക്കുക. എവിടെ എത്തി? ഒരു ബാങ്ക് മാനേജർ പോലും കൃത്യമായി പലിശയിൽ കിടന്നു മുങ്ങി മറിയുന്ന ആളെ പോലും പടച്ചതമ്പുരാന്റെ പള്ളിയുടെ പരിപാലനത്തിന് ഏൽപ്പിക്കപ്പെട്ടിരുന്ന കാലഘട്ടമാ സഹോദരങ്ങളെ. ആ കാലത്തേക്ക് പോലും പലിശ വലിയൊരു അപകടമാണ്. അതിന്റെ അപകടം നമ്മൾ അറിയണം. ആരായാലും പടച്ചവൻ പലിശയെ നിഷിദ്ധമാക്കി എന്ന് മാത്രമല്ല, പലിശ തിന്നുന്നവർ അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളാണ്. പലിശയുമായി ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോ കടം കൊടുത്തിട്ട് അതിന് പലിശ വാങ്ങുന്നവര് മാത്രമല്ല. പിന്നെന്താ, ഒരാവശ്യം വരുമ്പോ പലിശയ്ക്ക് കടം വാങ്ങിയിട്ട് അതിന് പകരം പലിശ കൊടുക്കുന്നവർ, വാങ്ങുന്നവരും കൊടുക്കുന്നവരും ഒക്കെ അതിൽ പെടും. വണ്ടി എടുക്കാൻ പലിശയുമായി ബന്ധപ്പെടുന്നവരും അതിൽ പെടും. വീട് വയ്ക്കാൻ പലിശയുമായി ബന്ധപ്പെടുന്നവരും അതിൽ പെടും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞില്ലേ വിശ്വാസ സമൂഹമേ, പടച്ചവൻ പറഞ്ഞില്ലയാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസ സമൂഹമേ, ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫാ, ഇരട്ടിയായി നിങ്ങൾക്ക് പണം കിട്ടുന്ന പലിശ നിങ്ങൾ തിന്നരുത്. ഒരിക്കലും പലിശ തിന്ന് നിങ്ങൾ ജീവിക്കരുത്. ഒരിക്കലും പലിശ മുതൽ നിങ്ങൾ തിന്നല്ലേ. പലിശയുമായി നിങ്ങൾ ബന്ധപ്പെട്ടു പോകല്ലേ. അത് പാവപ്പെട്ടവരെ പിടിയുന്ന സമ്പ്രദായമാ. 1000 രൂപ കടമുള്ളവൻ പോയി കടം വാങ്ങിയാൽ അവൻ 10,000 കടക്കാരനാക്കി കളയുന്ന പലിശയുണ്ടല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു നേരം മരുന്നിന് വേണ്ടി ഒരു പാവയാളെ കണ്ടെന്ന കടം വാങ്ങിയാൽ അതിനുവേണ്ടി നീ 100 രൂപ അവന് കൊടുക്കുകയാ. അത് പലിശയുടെ പുറത്താണ് കൊടുത്തതെങ്കിലും ആ 100 പിന്നെ 1000 ആകുന്ന 10,000 ആകുകയാ. ഇങ്ങനെ പാവപ്പെട്ട നിർധനരായ മനുഷ്യർ അതേ രീതിക്ക് കൊലപ്പെടുത്തുന്നതായ പലിശ എന്ന സാമ്പത്തിക സമ്പ്രദായത്തോട് നിങ്ങൾ അടുക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫാ. അല്ലാഹു പറയുന്നു, വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. പലിശയുമായി ബന്ധമില്ലാതെ പലിശയ്ക്ക് പണം കൊടുക്കാതെ, പലിശയ്ക്ക് പണം വാങ്ങാതെ പടച്ചവനെ ഭയന്നുകൊണ്ട് നിങ്ങൾ ജീവിച്ചാൽ അല്ലാഹു പറയുകയാ, വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. എങ്കിൽ വിശ്വാസികളെ നിങ്ങൾ വിജയിക്കുന്നതാ. ലോകത്തും നിങ്ങൾക്ക് വിജയം കഴിയുന്നതാണ്. പരലോകത്തും നിങ്ങൾക്ക് വിജയം കഴിയുന്നതാ. അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെടല്ലേ. എന്നിട്ട് അന്ന് ഒരിക്കലൂടെ കടുത്ത സ്വരത്തിൽ പറയുകയാ, അല്ല ഒരിക്കലൂടെ കടുത്ത സ്വരത്തിൽ പറയുകയാ, പലിശയുമായി ബന്ധപ്പെടുന്ന വിശ്വാസികളെ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. ഒരാവശ്യം വരുമ്പോൾ കയ്യിൽ കിടക്കുന്ന വളയൂരി പലിശയ്ക്ക് പണമെടുക്കുന്ന എന്റെ ഉമ്മ, അതേപോലെ കേറി പോകാൻ വിസയ്ക്ക് പണം വേണം. ഉടൻ തന്നെ കടുത്തിലെ മലയൂരികൾക്ക് പണയം വെച്ച് പലിശയ്ക്ക് പണമെടുക്കുന്ന എന്റെ
പ്രിയപ്പെട്ട ഉമ്മ, എന്റെ ഉമ്മ പെങ്ങന്മാരെ ചിന്തിക്കുക. ഇതിലൊരു ആവശ്യം വന്നാൽ ഉടൻ തന്നെ പലിശക്കാരന്റെ മുമ്പിലേക്ക് ഓടുന്ന സഹോദരിമാരില്ലയോ? ഉടൻ തന്നെ പണയം വെക്കാൻ ഓടുന്ന സഹോദരിമാരില്ലയോ? ഉടൻ തന്നെ പലിശയ്ക്ക് പണമെടുക്കാൻ പോകുന്നവരില്ലയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് താക്കീത് നൽകുകയാ. അങ്ങനെയുള്ള നിഷേധികളെ, അനുസരണയില്ലാത്തവരെ ഇട്ടിക്കരിച്ചെടുക്കാൻ വേണ്ടി പടച്ചവൻ വെച്ച നരകമില്ലയോ? ആ നരകത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ആ നരകത്തെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുന്നവരായി മാറുക. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നവരായി മാറുക. പടച്ചതമ്പുരാൻ പലിശയിൽ ഒഴിവായി നിൽക്കാൻ നമ്മളോട് പറയുകയാ. പരിപൂർണമായും പലിശ പണത്തെ ഒഴിവാക്കാൻ പറയുകയാ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതെന്താ? ലഅന റസൂലുള്ളാഹി ആഖില റിബാ വമുകിലഹു വകാതിബഹു വശാഹിദൈ. അല്ലാഹുവിന്റെ റസൂൽ പലിശക്കാരനെ ശപിച്ചിരിക്കുകയാ. പലിശയുമായി ബന്ധപ്പെടുന്നവരുടെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, പലിശയ്ക്ക് പണം കടം വാങ്ങുന്നവരുടെ ശബ്ദം കേൾക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണേ. ആരാ പ്രിയപ്പെട്ട റസൂൽ ത്വായിഫിന്റെ തെരുവോരങ്ങളിലേക്ക് പോയി അതിക്രൂരമായ കല്ലേറുകളെ കേട്ട് തങ്ങളെ കല്ലെറിഞ്ഞവരെ ശപിക്കാത്ത പ്രിയപ്പെട്ട റസൂൽ, തങ്ങളുടെ ശരീരത്തിലേക്ക് അതേ ഒട്ടകത്തിന്റെ കുടൽമാലകൾ വലിച്ചെറിഞ്ഞവരെ ശപിക്കാത്ത പ്രിയപ്പെട്ട റസൂൽ, തങ്ങളെ ആക്രമിച്ചവരെ ശപിക്കാത്ത പ്രിയപ്പെട്ട റസൂൽ, തങ്ങളെ കൊല്ലാൻ വന്നവർക്ക് പോലും മാപ്പ് കൊടുത്ത പ്രിയപ്പെട്ട റസൂൽ, പക്ഷേ ആ റസൂലുള്ളാഹി തങ്ങളെ ശപിക്കുകയാ. ലഅന റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാ. ആരെയെന്നറിയുമോ? ആഖില റിബാ, പലിശ തിന്നുന്നവരെ, പണം കടം കൊടുത്തിട്ട് പകരം പലിശ വാങ്ങുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ശപിച്ചിരിക്കുകയാ. ലഅന റസൂലുള്ളാഹി ആഖില റിബാ വമുകിലഹു, പലിശ തീറ്റിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുകയാ. അതേ പലിശയ്ക്ക് പണം കടം വാങ്ങുന്നവരെ, പലിശക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നവരെ, പണയം വെച്ചിട്ട് പണം വാങ്ങുന്നവര് അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുകയാ. പലിശ വാങ്ങൽ മാത്രമല്ല, പലിശ കൊടുക്കലും അപകടം തന്നെയാ. അതും വലിയ അപകടം തന്നെയാ. റസൂലുള്ളാഹിന്റെ ശാപം വന്നു പോവുകയാ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു മാത്രമല്ല, വകാതിബഹു, പലിശ കണക്ക് എഴുതി വെക്കുന്നവരുണ്ടല്ലോ. അതേ പലിശ കണക്കുള്ള പണയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവര്, ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവര്, ഓർത്തുകൊള്ളണേ, പലിശ കണക്ക് എഴുതി ബാങ്കുകളിൽ ജോലി ചെയ്യുന്നവർ പ്രിയപ്പെട്ട പ്രവാചകരുടെ നാവിൻ തുമ്പിലൂടെ ശപിക്കപ്പെടുകയാ. റസൂലുള്ളാഹിന്റെ ശാപത്തിന് അർഹരാവുകയാ. നാലാമത്തെ കൂട്ടർ വശാഹിദൈ, ആ പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവര്, പലിശയ്ക്ക് സാക്ഷി നിൽക്കുന്നവര്, ആർക്കെങ്കിലും പലിശയ്ക്ക് പണം കിട്ടാൻ സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്ത് സഹായിക്കുന്നവര്, പലിശയുടെ പേരിൽ പലിശയ്ക്ക് പണം വാങ്ങി കൊടുക്കുന്നവര്, നിങ്ങൾ പലിശ തിന്നവരല്ല, നിങ്ങൾ പലിശ കൊടുത്തവരല്ല, പക്ഷേ പലിശയെ സഹായിച്ചവരായോ, അതിന് സാക്ഷി നിന്നവരായോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപം നിങ്ങളുടെ മേലുണ്ടാവുകയാ. അല്ലാഹുവിന്റെ റസൂൽ നിങ്ങളെ ശപിച്ചിരിക്കുകയാ. റസൂലുള്ളാഹിന്റെ ശാപം കിട്ടിയിട്ട് പണം നമുക്കെന്തിനാ? റസൂലുള്ളാഹിന്റെ ശാപം കിട്ടിയിട്ട് സുഖം നമുക്കെന്തിനാ? എന്ന് മാത്രമല്ല, തീർന്നില്ല. മറ്റൊരിക്കലൊരു ഖുർആനായത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാ, ഈ വിശ്വാസികളെ നിങ്ങൾ പലിശ ഉപേക്ഷിക്കുക, പലിശയിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറുക, പലിശയിൽ നിന്ന് നിങ്ങൾ മോചിതരാവുക. എന്നിട്ട് പടച്ചവൻ പറയുന്നു, ഫഇല്ലം തഫഅലൂ, നിങ്ങൾക്കത് കഴിയുന്നില്ല എങ്കിലോ, പലിശയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലോ, പലിശ കച്ചവടം നടത്താൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിലോ, പടച്ചവൻ താക്കീത് നൽകുന്നു, ഫഇല്ലം തഫഅലൂ ഫഅ്ലൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ അവർ തയ്യാറായി കൊള്ളട്ടെ. പലിശക്കാരെ കേട്ടുകൊള്ളുക, പലിശയുമായി ബന്ധപ്പെടുന്നവരെ കേട്ടുകൊള്ളുക. ഫഇല്ലം തഫഅലൂ, ആ പലിശയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ പറ്റുന്നില്ലയോ? വേണ്ട, നിങ്ങൾ ഒഴിഞ്ഞു മാറേണ്ടതില്ല.
വറസൂലിഹി. അല്ലാഹുവിനോടും റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറാവുക. നിങ്ങൾ അല്ലാഹുവിന്റെ ശത്രുക്കളാ, നിങ്ങൾ റസൂലുള്ളാഹിന്റെ ശത്രുക്കളാ, നിങ്ങൾ ഇസ്ലാമിന്റെ ശത്രുക്കളാ, നിങ്ങൾ ഖുർആനിന്റെ ശത്രുക്കളാ. അതുകൊണ്ട് പലിശക്കാരെ തയ്യാറെടുത്തുകൊള്ളുക. പടച്ചവനോട് യുദ്ധം ചെയ്യാൻ, പടച്ചവന്റെ പുണ്യപ്രവാചകരോട് യുദ്ധം ചെയ്യാൻ പലിശക്കാരെ നിങ്ങൾ തയ്യാറായി കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പലിശക്കാരോട് ശത്രുത പ്രഖ്യാപിക്കുകയാ. പലിശയുടെ ഏറ്റവും വലിയ അപകടം എന്നാ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ശത്രുക്കളാണ് പലിശക്കാർ. ഇന്ന് എത്രയോ മഹല്ലുകളില് പലിശക്കെതിരെ മഹല്ല് ഖത്തീബ് പ്രസംഗിച്ചാൽ 35 വർഷമാണ് ഞങ്ങളുടെ നാട്ടിൽ ഒരു ഖത്തീബ് ഒരു മഹല്ലിലിരുന്നത്. 35 വർഷം. 35 വർഷം ആർക്കും കുഴപ്പമില്ല. ഈ 35 വർഷം പൂർത്തിയാകുമ്പോൾ ഒരു 3 ആഴ്ച അദ്ദേഹം പലിശയെ പറ്റി പ്രസംഗിച്ചു. 4ാമത്തെ ആഴ്ച 35 വർഷം എന്ന ഖത്തീബിനെ മഹല്ലിൽ നിന്ന് മാറ്റി. അവസ്ഥയാ മഹല്ലുകാരുടെ അവസ്ഥയാ. പലിശക്കാരുടെ പവറും ഓർത്തു നോക്കണേ. പലിശക്കാരന്റെ പവറ്. ഒരു മഹല്ലില് ഒരു നല്ല മാറ്റം ഉണ്ടാകണമെന്ന് കരുതിയിട്ടാണ് ഖത്തീബ് പ്രസംഗിക്കുന്നത്. ആദ്യത്തെ ആഴ്ച പലിശ പറഞ്ഞു, 2ാമത്തെ ആഴ്ച പലിശ പറഞ്ഞു, 3ാമത്തെ ആഴ്ച പലിശ പറഞ്ഞു. നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണമെന്ന് കരുതി അൽഹംദുലില്ലാഹ് 4ാമത്തെ ആഴ്ച മഹല്ലിൽ ഒരു വലിയ മാറ്റം ഉണ്ടായി. അല്ലെ, വലിയൊരു മാറ്റം ഉണ്ടായി. എന്ത് മാറ്റം? മഹല്ലിന്റെ ഖത്തീബിനൊരു മാറ്റം ഉണ്ടായി. ഖത്തീബിനെ മാറ്റി പുതിയ ഖത്തീബ് വരും. ഇതല്ലേ അവസ്ഥ? പലിശക്കാർക്ക് പള്ളിയിലെ ഖത്തീബാരെന്ന് തീരുമാനിക്കാനുള്ള പവർ പോലും ഒന്ന് കൊടുത്തേക്കുക. എന്ത് പവറുണ്ടെന്ന് പറഞ്ഞാൽ, എത്ര പ്രമാണിയാന്ന് പറഞ്ഞാലും, നാട്ടിലെ ഏത് ഉന്നത കുലജാതനെന്ന് പറഞ്ഞാലും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം പിടിച്ചു വാങ്ങിയവനാ, റസൂലുള്ളാഹിന്റെ കോപം പിടിച്ചു വാങ്ങിയവനാ. എന്ന് മാത്രമല്ല, പടച്ചവൻ പറയുന്നു, ഈ പലിശ കച്ചവടം നിർത്തിയില്ല എങ്കിൽ അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോ. തൗബ ചെയ്ത് മടങ്ങിയാൽ, നാളിന്ന് വരെ ചെയ്തനൊക്കെ തൗബ ചെയ്ത് മടങ്ങിയാൽ നിങ്ങളുടെ മുതല് നിങ്ങൾക്ക് വാങ്ങാം. പലിശ വാങ്ങാൻ ഇസ്ലാം അനുവാദം തരുന്നില്ല. അതിന് ഇസ്ലാം അനുവാദം തരുന്നില്ല. പലിശക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, റസൂലുള്ളാഹിന്റെ ശത്രുക്കളാണ്, അള്ളാഹുവിന്റെ ശത്രുക്കളാണ്. ഒരിക്കലും പലിശ പണം കൊണ്ട് വിജയിക്കാൻ പോകുന്നില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് പലിശ കൊടുക്കുന്നതാകട്ടെ വാങ്ങുന്നതാകട്ടെ. അല്ലെങ്കിൽ എപ്പോഴും പറയാൻ സമയമില്ല. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പലിശ വാങ്ങുന്നവർ മാത്രം വലിയ കുറ്റക്കാരല്ല, പലിശ കൊടുക്കുന്നവരും കുറ്റക്കാരാണ്. പലിശ കൊടുക്കുന്നവരെ അവരെയും റസൂലുള്ളാഹി ശപിച്ചു. പലിശയ്ക്ക് സാക്ഷി നിന്നു. ശ്രദ്ധിച്ചു കേട്ടോളി. ഞാൻ പലിശയ്ക്ക് വാങ്ങൂല, ഞാൻ പലിശയ്ക്ക് കൊടുക്കുകയില്ല. പക്ഷേ എന്റെ ഒരു കൂട്ടുകാരന് പെട്ടെന്ന് പലിശയ്ക്ക് പണം എടുക്കണം. എന്ത് ചെയ്യും? ഞാൻ പിടിപാടുള്ളവരാണ്, പ്രമാണിയാണ്, ഹാജിയാരാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പലിശക്കാരനോട്, എന്റെ കൂട്ടുകാരൻ വരെ കുറച്ച് പണം കൊടുത്തേക്കണേ. അപകടമാ. പലിശയ്ക്ക് കൂട്ടുനിന്നോ അവനെയും റസൂലുള്ളാഹി ശപിച്ചിരിക്കുക. ഇത്രയും വലിയ അപകടം എന്താ ഉള്ളത്? പലിശ കണക്കെഴുത ബാങ്ക് ജീവനക്കാർ, പലിശ കണക്കെഴുതുന്ന ബാങ്ക് ജീവനക്കാർ ആര്? അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം വാങ്ങിയവരാ. വലിയ അപകടമാണ്, വലിയ അപകടമാണ്. ഇസ്ലാമിന്റെ ശത്രുക്കൾ, അള്ളാന്റെയും റസൂലിന്റെയും ശത്രുക്കൾ. അതാണ് ഖുർആൻ പറഞ്ഞത്, അവരെ രക്ഷപ്പെടാൻ പടച്ചവൻ അനുവദിക്കില്ല, അള്ളാഹു അനുവദിക്കില്ല. ഈ പലിശ പണം ഒരിക്കലും വലുതാവുകയില്ല എന്ന്